ക്വസ്റ്റ്യൻസ് നമ്മൾ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അപ്പവും പല പാനപാത്രമാണെങ്കിൽ അപ്പം മാത്രം കഴിച്ച് പാനപാത്രത്തിൽ നിന്ന് കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുകൂടെ വായിച്ചേ. തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അപ്പവും പല പാനപാത്രവുമാണെങ്കിൽ. തിരുമേശ പറയുമ്പോൾ ഇത് മുഴുവനും ഇതിന് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ അപ്പം എടുത്തു, രക്തം ആ പാനപാത്രം പറയുമ്പോൾ അതിൽ ഉടമ്പടി ശരീരത്തെ തകർത്തു, നമുക്ക് എന്തോ തന്നു? പുതിയ ഉടമ്പടി തന്നു. സോ ഇന്ന് സഭകളിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കുന്നേ എനിക്ക് സമയം വ്യത്യസ്തമാകുമ്പോൾ മനസ്സിലാക്കണം. ഈ വേറെ വേറെ പാനപാത്രത്തിന്റെ ഐഡിയ വന്നത് ഇതിപ്പോഴല്ല. ഇത് അമേരിക്കയില് വെള്ളക്കാരും കറമ്പന്മാർക്ക് ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കാൻ കഴിയാത്തോണ്ട് അവർ കൊണ്ടുവന്ന പരിപാടിയാ. അമേരിക്കയിൽ വെള്ളക്കാരും കറമ്പന്മാരുണ്ട്. അവർ ഒന്നിച്ച് പണ്ട് കാലത്ത് അവർക്ക് ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. സോ നമുക്ക് ഒരു പാത്രമാണെങ്കിൽ കറമ്പനും കുടിക്കും, വെള്ളക്കാരനും കുടിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പരിപാടി ഏതാണ്? വേറെ വേറെ പാനപാത്രം. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അത് നമുക്കും ഒത്തിരി പേർക്ക്, നമ്മളും പിതാക്കന്മാർ ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നു. കോവിഡ് വന്നപ്പം നമുക്ക് നല്ലൊരു ഒരു എക്സ്ക്യൂസ് കിട്ടി. നമ്മളിപ്പോൾ എന്തോ ചെയ്യാം, എല്ലാവർക്കും ചെറിയ ചെറിയ പാത്രം. ഒരു 400 പേരുണ്ടെങ്കിൽ ഇത് 4-5 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് 4-5 ഗ്ലാസ്സിൽ ഒഴിക്കുന്നത്. പക്ഷേ വിഷയം ഇവിടെ, എനിക്ക് എൻ്റെ കൂട്ട് സഹോദരൻ്റെ കൂടെ ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ കഴിയുമോ? 100 പേരുണ്ട്, ഇതൊരു ഗ്ലാസ് വെച്ച് എല്ലാവരെയും കുടിപ്പിച്ചാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ ഒരു പാനപാത്രത്തിൽ നിന്ന് വേറെ വേറെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ഗ്ലാസ് ആയിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ തമ്മിൽ ആ പാനപാത്രത്തിൽ നിന്ന് എന്തോ ചെയ്യും? കുടിക്കും. ഈ അപ്പവും നമ്മൾ മുറിക്കും. കർത്താവിൻ്റെ ദാസൻ ഇത് പ്രാർത്ഥിച്ച് ഇത് മുറിക്കും. മുറിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളും എന്തോ ചെയ്യും? ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. കർത്താവിൻ്റെ ദാസൻ മുറിച്ച് തരുകയല്ല, നമ്മൾ മുറിക്കുക. ഞാൻ ഇതിൽ നിന്ന് മുറിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ആ കുറ്റവാളി, പാപം അറിയാത്തവന്റെ ശരീരം തകർക്കുന്നത് യഹൂദനോ റോമരല്ല, ഞാനാ. ഇത് ഞാൻ എൻ്റെ കുറ്റം സമ്മതിക്കുക. ഇത് ചടങ്ങ് ചെയ്യല്ല, ഞാൻ എൻ്റെ കുറ്റം സമ്മതിക്കുക. സോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരവും ഇത് രക്തമാകത്തില്ല, ഇത് ഓർമ്മയ്ക്കാ ചെയ്യുന്നത്. റോമ കത്തോലിക്ക സഭയില പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരമാകും, ഇത് രക്തമാകും. നമ്മൾ ഇത് ഓർമ്മയ്ക്കാ ചെയ്യുന്നത്. സോ നമ്മൾ തന്നെ ഈ അപ്പം മുറിക്കണം. ഞാൻ എൻ്റെ കുറ്റം സമ്മതിക്കുക. സോ ഞാൻ അപ്പം മുറിച്ചു, ഞാൻ എടുത്തു. പക്ഷെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ ആ തിരുവത്താഴമായില്ലല്ലോ. തിരുവത്താഴമായില്ല, ഇത് അത്താഴമാ. ഞാൻ മുമ്പേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അത്താഴത്തിൽ 2 പേര് ഇരിക്കുക, സംസാരിക്കുക. അതിന് ഇതൊരു അവസരം. എനി ക്വസ്റ്റ്യൻസ്? രോഗം ശീലിക്കണോ അതോ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കും? രോഗം ശീലിച്ചവനായ കർത്താവ് നമ്മുടെ മുമ്പേ നിൽക്കുമ്പോൾ നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിന്? സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ കർത്താവുമായ ഒരു ബന്ധമായിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിച്ചല്ലോ. 1 തിമോത്തിയോസ് ആണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ആ വാക്യം ഒന്ന് എടുത്തേ. 2 തിമോത്തി 1:12. 2 തിമോത്തിയോസ് 1:12. 2 തിമോത്തിയോസ് 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി,
ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. സോ ഇവിടെ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രത്യേകത, ഞാൻ കർത്താവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതവും കർത്താവിന്റെ കയ്യിൽ എന്തോ ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചു. അതുകൊണ്ടല്ല ലോക മനുഷ്യർ നമ്മളോട് ചോദിക്കുന്നേ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുന്നത്? വിശ്വസിച്ചാൽ മതിയല്ലോ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം എന്തോ ചെയ്തിട്ടില്ല, സമർപ്പിച്ചിട്ടില്ല. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചാൽ മാത്രമേ പാപത്തിൽ നിന്ന് വിടുതലുള്ളൂ. കർത്താവ് രക്ഷകൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 വാക്ക് സ്പഷ്ടമായി പറയണം. ഞാൻ പാപി, കർത്താവെ ഞാൻ നിന്നെ എൻ്റെ രക്ഷകനും രക്ഷിതാവും കർത്താവുമായി. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വം കർത്താവ്. സോ ഒരു വിശ്വാസിയുടെ നടപ്പ് എങ്ങനാ? ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചതാ. സോ ഇനിയും ഇവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ ഉപനിധിയെ കാക്കുവാൻ, എൻ്റെ ഉപനിധി പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വിലപ്പെട്ടതാ ഞാൻ ഏൽപ്പിച്ചത്, അത് എൻ്റെ ജീവിതമാണ്. സോ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ കർത്താവ് വ്യാജം പറയത്തില്ല, എന്നെ ഒരു നാളും കൈ വിടത്തില്ല. സോ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു വാക്യം, എബ്രായർ 12:11 ഒടുവിലത്തെ വാക്യം, 39-40. എബ്രായർ 11:39-40. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. സോ ഇവിടെ 39 എഴുതിയേക്കുന്നേ, ഒന്നുകൂടെ വായിച്ചേ. അവർ എല്ലാവരും പറഞ്ഞ പഴയ നിയമ ഭക്തന്മാർ. വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും, വിശ്വാസത്താൽ അവർ എന്തോ ലഭിച്ചു? സാക്ഷ്യം ലഭിച്ചു. ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവർത്തി അവർ എന്തോ ചെയ്തില്ല? പ്രാപിച്ചില്ല. സോ പഴയ നിയമ ഭക്തന്മാരെ നമ്മളൊന്ന് നോക്കിയാൽ അതിന്റെ 11:13 വായിച്ചേ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ, ശ്രദ്ധിക്കണം എഴുതിയേക്കുന്നേ, വാഗ്ദത്ത നിവർത്തി ഇവർ എന്തോ ചെയ്തില്ല? പ്രാപിച്ചിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ നിയമ ഭക്തന്മാര് അവർക്ക് വാഗ്ദത്തം കിട്ടി, പക്ഷെ അവർക്ക് വാഗ്ദത്തത്തിന്റെ നിവൃത്തി അവർ പ്രാപിച്ചില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാനിപ്പോ എൽദോ പാസ്റ്റർ ഉണ്ട്, ഞാൻ എൽദോ പാസ്റ്ററോട് പറയാം, പാസ്റ്ററെ ഞാൻ ഒരു വാച്ച് തരാം. വാഗ്ദാനം കിട്ടി, വാഗ്ദാനമേ ഉള്ളൂ. അതിന് എൽദോ പാസ്റ്റർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. ഞാൻ പറയാം ഞാൻ വാച്ച് തരാം. അകത്ത ആശയുണ്ടല്ലോ, കിട്ടും കിട്ടും കിട്ടും. ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ആശ വർദ്ധിക്കുകയാണോ കുറയുകയാണോ? വർദ്ധിക്കുമോ? പറഞ്ഞേട്ടെ, നമ്മുടെ സ്ഥിതി ഒരു 2 വർഷമായി എന്തോ കിട്ടിയിട്ടില്ല, വാച്ച് കിട്ടിയിട്ടില്ല. ഇനി ആശ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പഴയ നിയമ ഭക്തൻ അബ്രഹാം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മക്കളോട് പറയുന്നേ, മോനെ നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്? വാഗ്ദത്തം. ഇസാക്കും എന്തോ പിടിച്ചിട്ടുണ്ട്? വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. ഇസാക്കും മരിക്കുമ്പോൾ യാക്കോബിന് കൊടുക്കുന്നത് എന്താ? വാഗ്ദത്തം. ഇവർ ഓരോരുത്തരായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കയ്യിൽ എന്തോ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇതിപ്പം ഈ എൽദോ പാസ്റ്റർ വാച്ച് കൈ കിട്ടിയിട്ടും എന്തോ പറഞ്ഞോണ്ട് നടക്കുക? വാച്ച് കിട്ടും, വാച്ച് കിട്ടും, വാച്ച് കിട്ടും. എനിക്ക് വാഗ്ദത്തമുണ്ട്. കയ്യിലിരിക്കുന്നത് എന്താ? വാഗ്ദത്തം നിവർത്തി കിട്ടിയിട്ടും എന്തോ പറഞ്ഞോണ്ട് നടക്കുക? അതിന്റെ അർത്ഥം ഈ വാഗ്ദത്തം ഏതാന്ന് ഇതുവരെ ഒരു പിടിയും, കയ്യിലിരിക്കുന്ന വാച്ച് എന്തുവാന്ന് അതും ഒരു ഐഡിയയും ഇല്ല. പുതിയ നിയമസഭയിൽ വിശ്വാസി വാഗ്ദത്തം പിടിച്ചോണ്ട് നടക്കുക.
മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൽ വാഗ്ദത്തം നിവർത്തി നമുക്ക് കിട്ടിയോ? നമ്മുടെ വാഗ്ദത്തത്തിന്റെ നിവർത്തി ആരാ? പറഞ്ഞാട്ടെ. സകല വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ നിവർത്തിച്ചോ? അബ്രഹാം സ്വന്തം മോന്റെ പുറത്ത് കത്തിയെടുത്ത ദൈവം പറഞ്ഞു വേണ്ട. ഒരു ആടിനെ കിട്ടിയപ്പം അബ്രഹാം ആ സ്ഥലത്തിന് പേര് കൊടുത്തത് പറഞ്ഞേ, യഹോവ ഇരയുടെ അർത്ഥം എന്താ? ഒന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ മുമ്പേ എടുത്തത് ആ വിഷയം. യഹോവയുടെ പർവ്വതത്തിൽ, അതാ എൻ്റെ അർത്ഥം. ഞാൻ യഹോവ ഈരെ പറഞ്ഞുകൊണ്ട് നടക്കുക, ദൈവം എനിക്ക് വണ്ടി തരും, വീട് തരും. അത് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടേ ഇല്ലെന്നേ. വാഗ്ദത്തം നിവർത്തി പറഞ്ഞാൽ ആരാ പറഞ്ഞിട്ട്? വീടും വണ്ടിയല്ല, ക്രിസ്തു. നമുക്ക് വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചെങ്കിലും എന്തോ പിടിച്ചോണ്ട് നടക്കുക. കയ്യിൽ വാച്ച് ഉണ്ട്, എന്നാലും എൽഡോ പാസ്റ്റർ പറയാം വാച്ച് കിട്ടും, വാച്ച് കിട്ടും, വാച്ച് കിട്ടും. ഇത് കയ്യിലെന്താ? സോ ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു. ഇവർക്ക് വാഗ്ദത്തം നിവൃത്തിയില്ല, നമുക്ക് അവരെക്കാട്ട് ഉയർന്ന വിളി ദൈവം തന്നു. ഞാൻ എൻ്റെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചോ? വിശ്വസ്തനാണോ? പറഞ്ഞാട്ടെ. ഇനി ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കും. പറഞ്ഞാട്ടെ. രോഗമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, നഷ്ടം വന്നോട്ടെ, ഏതാണെങ്കിലും ദൈവം അറിയാതെ വല്ലതും സംഭവിക്കുമോ? പറഞ്ഞാട്ടെ. പക്ഷെ നമുക്കുള്ള പ്രശ്നം, നമ്മൾ ദൈവത്തെ കാണുന്നില്ല. നമ്മൾ ആരെ കാണുന്നുണ്ട്? എപ്പോഴും നമ്മുടെ ചിന്തയിൽ ആരാ? യോഗത്തിലും ആര് വന്നിട്ടുണ്ട്? പറഞ്ഞാട്ടെ. പിശാച് വന്നിട്ടുണ്ട്. പാസ്റ്റർ, ആദ്യമേ മീറ്റിംഗ് തുടങ്ങുമ്പോൾ നമുക്കൊരു ശൈലിയുണ്ടല്ലോ. പിശാചിനെ എന്തോ ചെയ്യണം? പറഞ്ഞേ. ശാസിച്ച് അവന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് അവനെ ഇവിടുന്ന് ഓടിക്കണം. അവൻ വന്നായിരുന്നോ? സാത്താൻ തന്നെ നമ്മളെ പരിഹസിക്കുന്നത് നമുക്ക് കാണാമോ? അവന്മാരെല്ലാം അവിടെ നിന്നോട് പറയുന്നത് ഇവരുടെ യോഗത്തിൽ പോകണ്ട, അങ്ങോട്ട് പോകേ വേണ്ട. ഞങ്ങൾ പോയില്ലെങ്കിലും ഇവന്മാരെ ചിന്തിക്കുന്നത് ഞങ്ങൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കണ്ടില്ലയോ വെടി പൊട്ടിക്കുന്ന പോലെ ഞങ്ങളെ എന്ത് ചെയ്യുക? നമ്മൾ സാത്താന്റെ മുമ്പേ പരസ്യ കോലമായി. സാത്താനെ ഓടിക്കണമെങ്കിൽ മുമ്പേ കണ്ടിട്ട് വേണം അവനോട് പറയാൻ ഇറങ്ങിപ്പോകാൻ. സോ നമ്മൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ പ്രാവശ്യം എന്തുവാ? സാത്താന, ഈ ബന്ധനമാ, പോരാട്ടമാ. ഞാൻ ഒരുവന്റെ കൈ എൻ്റെ ജീവിതം അർപ്പിച്ചതാ. പഴയ നിയമ ഭക്തൻ ഇയ്യോബിന്റെ വേലി പൊക്കിയത് സാത്താനാണോ ദൈവമാണോ? ദൈവമാ. മനസാക്ഷി യുഗത്തിൽ ജീവിക്കുന്ന ഇയ്യോബിന്റെ വേലി ദൈവമാ പൊക്കിയത്. അങ്ങനെയാണെങ്കിൽ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ അനുവാദം കൂടാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ലല്ലോ. സോ ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചെങ്കിൽ, ഒരു ദൈവഭക്തൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഇതെന്തിനാ ഇത് അനുവദിച്ചത്? ഇതിന്റെ പുറകിലുള്ള കാരണം എന്താ? ഇത് മാത്രം നീ എന്നെ എന്തോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ബന്ധത്തിന്റെ ആ സന്തോഷം. പ്രാഗൽഭ്യമുണ്ട് ആരോട് സംസാരിക്കാൻ. എനിക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കില്ല. കർത്താവേ, നീ എന്താ ഇത് അനുവദിച്ചത്? നിന്റെ അനുവാദം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീ അനുവദിച്ചതാ. അത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കുവാ. അതവർ ദൈവ പൈതലുടെ ചിന്ത. ദൈവനാമത്തിന്റെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാവും ഈ രോഗത്തിന്റെ പുറയിലുള്ള കാരണം എന്താ. നമ്മുടെ കർത്താവ് ഇന്നും രോഗികളെ എന്തോ ചെയ്യുന്നുണ്ട്? ഉറപ്പാണോ? എത്ര രോഗികൾ സൗഖ്യമാകുന്നു. രോഗികൾ സൗഖ്യമാകുന്ന മാത്രമല്ല, വേറെ എത്ര പ്രശ്നങ്ങൾക്ക് കർത്താവ്. ഞാൻ ഇന്നലെ പാസ്റ്റർമാരോട് സംസാരിക്കുകയായിരുന്നു. ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തിട്ട് പറയുക, പാസ്റ്ററെ 45 ലക്ഷം കടമാ, എൻ്റെ ഭർത്താവ് മരിച്ചു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്ര കടമുണ്ടെന്ന്. ഞാനും 2 മക്കളുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം. ആന്ധ്രാക്കാരിയാ, ആന്ധ്ര അല്ല ഗുജറാത്തിയാ. എന്നെ ഫോൺ വിളിക്കുക, 45 ലക്ഷം
കടമ. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ ദയ കാണിക്കണം. അല്ല, വേറെ ഒന്നുമല്ല. ഈ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ അവരെ നേരിട്ട് കാണുമ്പോൾ അവർ പറഞ്ഞ, പാസ്റ്ററെ ദൈവം പ്രവർത്തിച്ചു, 45 ലക്ഷം ആ കടം ദൈവം തീറ്റി തന്നു. ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. സോ എൻ്റെ കർത്താവിന് രോഗസൗഖ്യം മാത്രമല്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തുണ്ട്. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പുറയിലുള്ള കാരണം എന്താ? ദൈവം സൗഖ്യമാക്കിയില്ലെങ്കിൽ അതിനെ സഹിക്കാനുള്ള എന്ത് തരും? ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നേ. കാണുന്നവർ അത്ഭുതപ്പെടും, ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ എങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു. ഇന്ന് ചിലരുണ്ട്, ഞങ്ങൾ മരുന്ന് എടുക്കത്തില്ല എന്ന് പറഞ്ഞ് തീരുമാനത്തെ ഇങ്ങനെ പല്ല് കടിച്ചിരിക്കുക. മരുന്ന് എടുക്കാൻ ആഗ്രഹമുണ്ട്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആശുപത്രി പോയ ആൾക്കാർ എന്തോ പറയുന്നു പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യുക? കരയുക. അവരുടെ മുഖം കാണുമ്പോഴേ അറിയാം. അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുപോകും. ഞങ്ങൾ തന്നെ കൊണ്ടുപോകുന്നേ. എന്തിനാ ഇവിടെ കിടന്നുകൊണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെ പോ? ആശുപത്രി ഞങ്ങൾ കൊണ്ടുപോകും. അവിടെ പോയിട്ട് കുറെ ഗുളി തിന്നാൽ മതിയല്ലോ, ആശ്വാസം ആവുമല്ലോ. വീട്ടിൽ ഇരിക്കാന്ന് ചിരിച്ചുകൊണ്ടിരുന്നോണം. എത്ര വേദനയാണെങ്കിലും എന്തോ ചെയ്തോണം. അതാ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. തീ ചൂളയ്ക്ക് അകത്താണെങ്കിലും അവിടെ ചാടുകയല്ല, നടക്കുക. സോ നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നാൽ, ഏത് വിഷയം വന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ ഇതിൻ്റെ കാരണം എന്താ? ഞാൻ നിന്റെ ഹിതത്തിൽ നിന്ന് മാറിയോ? എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിതാവ് സംസാരിക്കുമോ? തീർച്ചയായിട്ടും നമ്മളെ കൈപ്പിടിച്ച് നമ്മളെ നടത്തും. ഇനിയും ചോദ്യം വല്ലതും ഉണ്ടോ? ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ നടന്നാൽ അത് ഉപവാസമാണോ? അതെങ്ങനെ ഉപവാസമാകാം? അത് പട്ടിണിയാണ്. ഉപവാസം പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുക, ആ സമയം ചെലവാക്കുക. ഇന്ന് ഒത്തിരി പേരുണ്ട് ഉപവാസം പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകും. അത് ഉപവാസമല്ല, അത് ഹങ്കർ സ്ട്രൈക്ക്. അത് കാരണം കുറെ അസുഖവും പിടിക്കും. സോ ഉപവാസം പറയുമ്പോൾ ഞാൻ ജോലി എല്ലാം വിട്ടിട്ട് ഫോണും ഓഫ് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുക. അതാ ഉപവാസം. അതാലേ പ്രയോജനമുള്ളൂ. വിവാഹത്തിന്റെ സമയത്ത് കർത്തൃദാസൻ മണവാളന്റെയും മണവാട്ടിയുടെയും കൈ പിടിച്ച് പരസ്പരം യോജിപ്പിക്കുന്നു. അതിനു പകരം മണവാട്ടിയുടെ പിതാവിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് തെറ്റല്ലേ? മണവാട്ടിയുടെ പിതാവ് വന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ലോകം വന്ന് സഭയുടെ കൈ ക്രിസ്തുയുടെ കൈ കൊടുക്കുക. അതാ അതിന്റെ അർത്ഥം. മണവാട്ടിയുടെ പിതാവ് വന്ന് മണവാട്ടിയുടെ കൈ മണവാളന്റെ കൈ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകം, മണവാട്ടി ആരെയാ കാണിക്കുന്നത്? നമ്മളെ സഭയില്ലയോ? സഭയുടെ കൈ മണവാളന്റെ കയ്യിൽ ആരാ കൊടുക്കുന്നേ? ഈ ലോകം. അതാ പിതാവ് വന്ന് കൈ കൊടുക്കുന്നത്. വചനപ്രകാരം ലോകം ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുന്നതിൽ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ലോകമല്ല നമ്മളെ യോജിപ്പിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തനായ ദാസൻ. ആ 2 കരങ്ങളെടുത്ത് ഒന്നിച്ച് യോജിപ്പിച്ച് താഴെ വിശുദ്ധ വചനമാ വെക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാ കൈ യോജിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തില് ഈ കല്യാണ ജീവിതം നിലനിൽക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാ. ദൈവദാസൻ നിൽക്കുന്നത് ദൈവത്തിന് നിഴല്, ദൈവമായി യോജിപ്പിക്കുന്നത്. അമ്മായിപ്പൻ യോജിപ്പിച്ചതാ, അത് അനുഭവിച്ചോളും. നമ്മൾ ഭാരപ്പെടണ്ട. കാരണം യോജിപ്പിച്ചതാര്? അമ്മായിപ്പൻ ഇല്ലയോ യോജിപ്പിച്ചത്. ഇനി നാളെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോയാൽ മതി? ആരുടെ അടുത്ത്? അമ്മായിപ്പൻ്റെ അടുത്ത് പോയാൽ മതി. ഇന്ന് വിൽക്കാന് ചില കല്യാണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചെറുക്കൻ വെളി ചെന്ന് കാറി ഇരിക്കുന്ന മണവാട്ടിയുടെ കൈ അവിടുന്ന് പിടിച്ചോണ്ട് വരിക. ഞങ്ങൾക്ക് അപ്പനമ്മയുടെ ഒരു ആവശ്യവും ഇല്ല. അതാ അവരുടെ നിലവാരം.
അപ്പൻ അമ്മയുടെ ഞങ്ങൾക്ക് ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ കാറെ മനവാട്ടിയെ കൊണ്ടുവന്നത് നന്നായി. കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓടിയനെ. ഞങ്ങൾ ഓടാൻ വേണ്ടി എല്ലാ പരിപാടി ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടതാ. ഞങ്ങൾക്ക് അപ്പൻ അമ്മയുടെ ഒരു ആവശ്യവും ഇല്ല. അതാ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കല്യാണം. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ രണ്ടും രണ്ട് വഴിയിലാണ്. സോ വചനപ്രകാരം ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ എന്തോ കാണത്തുള്ളൂ? അനുഗ്രഹം കാണത്തുള്ളൂ. അമ്മായിപ്പൻ ഇവിടെ കൊണ്ടുവന്ന് കൈ കൊടുക്കണമെങ്കിൽ അത് വീട്ടിൽ ചെയ്താൽ മതിയായിരുന്നല്ലോ. ദൈവസഭയെ വരണോ? ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ, വിശുദ്ധ സഭയുടെ സന്നിധിയിൽ. അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ത്രിയേക ദൈവവും വിശുദ്ധ ദൈവസഭയിൽ യോജിപ്പിക്കുന്നത് അമ്മായിപ്പനല്ല, ദൈവത്തിന്റെ അഭിഷിക്തനായ ദാസന. രണ്ടുപേരുടെ കല്യാണ സമയത്ത് അപ്പന കൊണ്ടുവന്ന് ചെറുക്കനെയും പെണ്ണെ ഇവിടെ നിർത്തുന്നത്. കുടുംബം മുഴുവൻ വരത്തില്ല. ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാ. അപ്പൻ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നതിന്റെ അർത്ഥം ഈ കൊച്ചിനെ ദൈവകരത്തിൽ സമർപ്പിച്ചപ്പം ദൈവദാസന്റെ കയ്യിൽ കൊച്ചിനെ തന്നതാരാ? അമ്മയാണോ? പറഞ്ഞാട്ട്. കൊച്ചിനെ സമർപ്പിക്കുമ്പോൾ ദൈവദാസന്റെ കയ്യിൽ കൊച്ചിനെ തരുന്നതാര്? അപ്പനാ, അമ്മയല്ല. പ്രാർത്ഥിച്ചിട്ട് ആ കൊച്ചു ആരുടെ കൈ കൊടുക്കും? അപ്പന്റെ കയ്യിലാ കൊടുക്കുന്നേ. കല്യാണ സമയത്ത് ആ അപ്പനാ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നത്. എൻ്റെ കൈ സമർപ്പിച്ചതാ. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ചെയ്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. കുടുംബത്തിന് വേണ്ടിയാ അപ്പൻ വരുന്നത്. ഇന്നിപ്പം അതിന് ഒരു വിലയില്ല. കുടുംബം മുഴുവനും വരും. എന്തിന്? ഇവിടെ നിന്ന് എന്തോ ചെയ്യണം? ഫോട്ടോ എടുക്കണം. ഇത് ദൈവത്തിന്റെ സന്നിധിയിലാണോ? ഇതെന്തോ ഒക്കെ കാണിക്കുന്നത്. അപ്പൻ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് അപ്പം പോവും. അത് കഴിഞ്ഞിട്ട് ദൈവദാസൻ ഈ രണ്ടുപേരുടെ കൈ യോജിപ്പിക്കുന്നത്. അതാ അതിൻ്റെ ആത്മീയ അർത്ഥമുണ്ട്. ആ അർത്ഥം അനുസരിച്ച് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ കാണും. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ല? ഇല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ച ആ വേദഭാഗം തന്നെ. കർത്താവായ യേശു അനുഭവിക്കുന്ന ആ കഷ്ടം, ഗെത്സമന, നമ്മൾ ആ യെശയ്യായിൽ വായിച്ച ആ വേദഭാഗം തന്നെ, ഐസയ 53 അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. സോ ഇവിടെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കുന്നത്, കർത്താവായ യേശു ഒടുവിലത്തെ ആ പെസ സദ്യയിൽ പങ്കെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ആ തിരുമേശ യൂദാവിനെ പറഞ്ഞയച്ചു. തിരുമേശയിൽ ആ ശുശ്രൂഷ ചെയ്തിട്ട് പാട്ട് പാടിക്കൊണ്ട് എങ്ങോട്ട് പോവുക? ഗെത്സമനയിലോട്ട് പോവുക. പാട്ട് പാടുന്ന ആ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. നിങ്ങൾ പിന്നെ ഈ ക്ലാസ്സസ് കഴിയുമ്പോൾ തന്നെ വീടുകളിൽ ഇരിക്കുമ്പോൾ ഈ ഓരോ സംഭവങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. നമ്മുടെ കർത്താവ് എന്തോ പാടും? ഒരു പാട്ട് 118 വായിച്ചേ. കർത്താവ് പാടിയ പാട്ട് ഏതാ? 118 സങ്കീർത്തനം. സാധാരണ പെസയുടെ ഒടുവിൽ പാടുന്ന, പെസ സദ്യയുടെ ഒടുവിൽ പാടുന്ന പാട്ടാ. 118 1 മുതൽ വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. നമ്മുടെ ശ്രദ്ധിക്കണം, ഇത് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ പാട്ടാ പാടുന്നത് ശിഷ്യന്മാരുടെ കൂടെ. ഗെത്സമനയിലേക്ക് പോകുന്നതിന് മുമ്പേ പാട്ട് പാടിക്കൊണ്ടാ പോകുന്നത്. വായിച്ചേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും?
എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾട്ടി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതുതന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഈ പാട്ട് ആർ പാടുക? നമ്മുടെ കർത്താവ്. നമ്മൾ പാടുന്ന പോലെ ആണോ നമ്മുടെ കർത്താവ് പാടുന്നത്? ഇവിടെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ 27 യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. യാഗപീഠത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാട് പാടുക. ഈ പാട്ട് സന്തോഷത്തോടെ പാടിക്കൊണ്ട് പോവുക. യാഗപീഠത്തിന്റെ തന്നെത്താനെ ദൈവഹിതത്തിനായി എന്തോ ചെയ്യുക? സമർപ്പിക്കുക. ആ വേദനയുണ്ട്. അകത്ത് ചെന്നു 3 ശിഷ്യന്മാരോട് ശ്രദ്ധിക്കണം. ഇതുവരെ കർത്താവ് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഏകനായിട്ടാ പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് എങ്ങും കൂടെ കൊണ്ടുപോയി എന്തോ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഈ പ്രാവശ്യം 3 പേരോട് പറയുന്നത്, നിങ്ങളും എൻ്റെ കൂടെ എന്താ താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങളും എൻ്റെ കൂടെ വന്ന് മനുഷ്യനായ ക്രിസ്തു. അവിടെ പോയി ശിഷ്യന്മാരെ ഒരിടത്ത് ഇരുത്തിയിട്ട് പിന്നെ കല്ലെറിയുന്ന ദൂരത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം പ്രാർത്ഥിച്ച എന്തുവാ? പിതാവേ. ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. നീണ്ട പ്രാർത്ഥനയല്ല. പിതാവേ, ഒക്കുവാണെങ്കിൽ ഈ പാനപാത്രം ഒന്ന്, ഞങ്ങൾ മുമ്പേ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു, ഇതിനെല്ലാം ഒരുങ്ങി വന്നതില്ലയോ? പിന്നെ എന്താ ഇങ്ങനത്തെ പ്രാർത്ഥന? ഈ ഒടുവിലത്തെ നിമിഷം വന്നപ്പം എന്താ ഇങ്ങനെ? കാരണം സർവശക്തന്റെ സന്നിധിയിൽ പാപം വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യത്തിൽ പോകുന്നില്ല. പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപിയല്ല, പാപം. ആ മോശയുടെ സമയത്ത് മോശ ഉയർത്തിയല്ലോ പിച്ചള സർപ്പം. യേശു സർപ്പമല്ല. പക്ഷെ സർപ്പം ഏതിൻ്റെ നിഴല? പാപത്തിൻ്റെ. പിച്ചള, സ്വർണത്തിന്റെ അല്ല, പിച്ചളയാ. ഇനി ദൈവത്തിന്റെ ഉഗ്രകോപമായിരിക്കും ഇതിന്റെ പുറത്ത് വീഴുന്നത്. ഉഗ്രകോപം വഹിക്കണം, അതിനെ താങ്ങണം.
മനസ്സിലാകുന്നുണ്ടോ ആ വിഷയം? ഉഗ്രകോപം വീഴും, അതിനെ എന്തോ ചെയ്തോണം? താങ്ങിക്കോണം. അത് പറയുന്നതിന്റെ പുറകെ കാരണം ഇതിന്റെ ഒരു നിഴല് നമുക്ക് കാണാം. ഏലിയാവ് യാഗപീഠം ഉണ്ടാക്കി, അതറിയാമല്ലോ. അതിന്റെ പുറത്ത് എന്തോ ഒഴിച്ചു? ദൈവത്തിന്റെ ഉഗ്രകോപം വീണപ്പം ആ കല്ല് വരെ കാണുന്നില്ല. ആ കല്ലിന് ദൈവത്തിന്റെ ഉഗ്രകോപം താങ്ങാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പം ഇത് ഗോൽഗോഥായിൽ ആ മിന്നൽ ഇവിടെയും അടിക്കും. മിന്നൽ പറയുമ്പോൾ ദൈവത്തിന്റെ ഉഗ്രകോപമായിരിക്കും. താങ്ങിക്കോണം. സോ അത് ഓർക്കുമ്പോൾ രക്തം വിയർപ്പായി വരിക. പിതാവിന്റെ ഹിതം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നു. നമുക്കുള്ള പ്രശ്നമല്ല, നമുക്കുള്ള ഒരു ആശ്വാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആക്സിഡന്റോ മരണമോ രോഗം വരുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. നമ്മുടെ മനസ്സ് നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ട്, ഞാൻ ഒരു തെറ്റെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആശ്വാസം നമുക്കുണ്ട്. പക്ഷെ ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിലായിരിക്കുമ്പോൾ മനസാക്ഷി എന്തോ ചെയ്യുന്നില്ല? കുറ്റം വിധിക്കുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടില്ലയോ പറയാൻ കഴിയുന്നത്, ഒക്കുവാണെങ്കിൽ ഈ പാനപാത്രം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. ക്രിസ്തുവിന്റെ മനസാക്ഷി കുത്തുന്നില്ല. പക്ഷെ നമ്മുടെ പാപികളുടെ വിരോധം സഹിക്കുമ്പോൾ ഒക്കുവാണെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പണമുണ്ട്. പക്ഷെ ആ പാനപാത്രം കാണിക്കുന്ന ആ അളവാ. ആ പാനപാത്രത്തിൽ പാപമുണ്ടായിരുന്നു, കർത്താവ് കുടിച്ചു എന്നല്ല. ആ പാനപാത്രം എന്തുവാ കാണിക്കുന്നേ? അളവ്. പാപത്തിന്റെ ശമ്പളം, അതിന്റെ അളവുണ്ട്. ഏതാ? മരണം. മനുഷ്യനായി ഭൂമി വന്ന പോരാ, ഇവിടെ വരുന്ന പോരാ. എവിടെ പോകണം? ദൈവത്തിന്റെ നീതിയിൽ മനുഷ്യൻ പോകേണ്ടിയ യാതനാ സ്ഥലം വരെ പോകണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യന്റെ വേഷത്തിൽ വന്നത് ജസ്റ്റ് ഇവിടെ മനുഷ്യനായി നടക്കാനല്ല. എവിടെ വരെ പോണം? നമ്മൾ പോകേണ്ടിയ ആ യാതനാ സ്ഥലം വരെ പോകണം. അതുകൊണ്ട് ആ പാനപാത്രം കാണുമ്പോൾ എന്തോ ചെയ്യുന്നേ? ഒക്കുവാണെങ്കിൽ. കാരണം ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന എന്താ? നിന്റെ ഹിതം മതി. നിന്റെ ഹിതം ഏതാണ്? എനിക്കത് സമ്മതമാണ്. ദൈവഹിതത്തിന് വേണ്ടി ഞാൻ എന്തോ ചെയ്തു? സമ്മതിച്ചു. ഇനിയും ശിഷ്യന്മാരോട് പറയുന്നത് എന്താ? ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന 3 പേരോട് എന്നേക്ക് പോവാം. ഇനിയും മരണഭയം ഇല്ല, ഇനിയും ഒരു പ്രയാസവും ഇല്ല. സന്തോഷത്തോടെ ഒന്ന് ധ്യാനിച്ചേ. പിലാത്തോസിന്റെ മുമ്പേ ഒരുവൻ നിൽക്കുമ്പോൾ ഇങ്ങനെയല്ല നിൽക്കുന്നേ, ഇങ്ങനെയല്ല. നേരിട്ട് നോക്കുക, നേരിട്ട് നോക്കുക. പിലാത്തോസ് പാവം, പിലാത്തോസിന് ഒരു ഐഡിയയും ഇല്ല. അവന്റെ മുമ്പേ നിൽക്കുന്നവൻ. പിലാത്തോസ് പറയുന്ന, എനിക്ക് നിന്നെ വെറുതെ വിടാനും ശിക്ഷിക്കാൻ എന്തുകൊണ്ട്? വല്ലം പറഞ്ഞോ? നമ്മുടെ കർത്താവ് വല്ലം പറഞ്ഞോ? പിലാത്തോസേ, എൻ്റെ പിതാവ് നിനക്ക് അധികാരം തന്നുകൊണ്ട് നിനക്ക് ചെയ്യേണ്ടി നീ ചെയ്തു, അത്രേ ഉള്ളൂ. എൻ്റെ പിതാവ് അനുവദിച്ചതാ, ഞാൻ അതിന് സമ്മതം കൊടുത്തതാ, ഞാൻ പേപ്പറിൽ സൈൻ ചെയ്തതാ. ഞാൻ വാ തുറക്കത്തില്ല. എനിക്ക് തുറന്ന് നീതീകരിക്കേണ്ട ഒരു ആവശ്യം ഈ 39 ചാട്ടവാർ സഹിച്ചിട്ടാ നിൽക്കുന്നത്. രക്തം വീഴുന്നുണ്ട് താഴെ. മേളി ഇട്ടേക്കുന്ന ഈ തുണി ഒട്ടുന്നുണ്ടോ? ഇതെല്ലാം വേദന സഹിച്ചുകൊണ്ട് നേരെ നോക്കുക. ഞാൻ സമർപ്പിച്ചതാ. എൻ്റെ പിതാവിൻ്റെ പ്രസാദം എനിക്ക് മതി. നമുക്കൊരു മാതൃക കാണിച്ചതാ. പ്രായം എത്ര ഉണ്ട്? 30. അതാ നമ്മൾ ഇത് നുറുക്കുമ്പോൾ ഓർക്കുന്നത്. എൻ്റെ പകരം. അത് കഴിഞ്ഞിട്ട് ക്രൂസ് ചുമന്നുകൊണ്ട് പോവില്ലയോ?
സിമോൻ വന്നോ, ഞാനൊന്ന് സഹായിക്കാം. വേണ്ട, ഞാൻ തന്നെ വഹിച്ചോളാം. ആ മനസ്സ് നോക്കിക്കേ, എന്നെ അത്രയും സ്നേഹിച്ചതാ, ഞാൻ ഈ ക്രൂസ് തന്നെ വഹിച്ചോളാം, വേറെ ആരും എന്നെ സഹായിക്കണ്ട. എൻ്റെ സൃഷ്ടിയെ, എൻ്റെ പ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ തന്നെ സഹിച്ചോളാം. ക്രൂശി തൂങ്ങി പറയുന്ന ഓരോ വാക്കുകൾ നമുക്കറിയാമല്ലോ. വായിച്ചേ, ഫിലിപ്പിയർ പൗലോസ് പറയുന്ന ആ വാക്ക്, ലാഭമായതെല്ലാം, അതിൻ്റെ അർത്ഥം എന്താ? 3:7 വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, എന്റെ കർത്താവിന്റെ ക്രിസ്തു യേശുവിന്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ഒന്ന് നിന്നേ, പൗലോസ് കണ്ണ് കാണുന്നില്ല, തന്നെ ഇരിക്കുക. ഒരു പരീശന സ്തേഫനോസിനെ കൊല്ലുന്നതിൻ്റെ പുറേ പൗലോസിനും എന്തുകൊണ്ട്? കണ്ണടഞ്ഞിരിക്കുമ്പോൾ പൗലോസിന് മനസ്സിലാകുന്ന ഒരു സത്യം, ഇതാരാ ഇത് വന്നേക്കുന്നത്? ആരാ? കർത്താവ് പൗലോസിനോട് പറഞ്ഞത് എന്താ? നീ എന്നെ ഉപദ്രവിക്കുന്നത്. ഇത്രേ ഉള്ളല്ലോ. അല്ല പൗലോസേ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും പറഞ്ഞ മതി. പൗലോസിന് പഴയ നിയമം ഇപ്പോഴാ പിടികിട്ടിയത്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇത്രയും മാത്രം പൗലോസിനോ സൗലിനോട് പറഞ്ഞാൽ മതി, അവൻ പൗലോസ് ആവും. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇതെന്തുവാ എന്നോട് പറഞ്ഞത്? നമ്മൾ അത് നോക്കിയാൽ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. കണ്ണ് തുറന്നിട്ടും നമ്മൾ എത്ര കേട്ടിട്ടും നമ്മൾ ഇരിക്കുന്നത് അവിടെ തന്നെയാ. ഇത് 3 ദിവസം എന്ന് കണ്ണ് കാണാൻ വയ്യ. പിന്നെ ഒരുത്തൻ വന്ന് പറയുന്നുണ്ട്, എന്താ സഹോദര. ആ വാക്ക് പറയുന്നത് ആര്? അനന്യാസ് വന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്, സഹോദര. ആ ഒരു വാക്ക് പൗലോസിന്, ഞാൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഈ സഭ എന്നെ വിളിക്കുന്നത് എന്താ? സഹോദര. അതായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭ. അനന്യാസിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും കേൾക്കുന്നില്ല. അനന്യാസ് ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, സഹോദര. പൗലോസിന് കാര്യം മനസ്സിലായി. ഇനിയും പറയുന്നത് എന്താ? ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം നമുക്ക് പിടികിട്ടിട്ടുണ്ടോ? ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ, നമ്മളും ഈ ക്രിസ്തുവിനെ തന്നെ അറിഞ്ഞത്. പൗലോസ് അറിഞ്ഞ ആ ക്രിസ്തുവിനെ തന്നെ. പക്ഷെ വ്യത്യാസം വരുന്നത്, അത് കഴിഞ്ഞിട്ട് പൗലോസ് അവന് വിശ്രമമില്ലാതെ അവൻ ഓടുക. അവന്റെ കൂടെ അപ്പോസ്തലന്മാരും ഇല്ല. ജാതികളും ഇത് അറിയണം. ഞാൻ അറിഞ്ഞ ഈ സത്യം ഇത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതല്ല, മാത്രമല്ല ഇതാരും അറിയണം, ജാതികളും അറിയണം. അതുകൊണ്ട് എത്ര കഷ്ടം, എത്ര ത്യാഗം സഹിച്ചിട്ടും എന്താ ചെയ്യാ? ഓടുക. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അകത്തൊരു അനക്കമുണ്ടാവും, അകത്തൊരു ചലനം തീർച്ചയായിട്ടും ഉണ്ടാവും. ലോകം ക്രിസ്തുവിനെ അറിയണം. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ജോസ്റ്റാൻ ഇരിപ്പുണ്ട്.
ഇംഗ്ലീഷ് നല്ലപോലെ അറിയത്തില്ലെങ്കിലും ആ വെള്ളക്കാരുടെ ഇടയ്ക്ക് പോയി നിന്ന് എന്തോ പറയാ, യേശുവിൽ എന്തോ ചെയ്യണം, വിശ്വസിക്കണം. അപ്പൊ 6 പണിയേ ഉള്ളൂ. വെള്ളക്കാരോട് എന്തോ പറയാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഞാൻ പുകഴ്ത്തി പറയല്ല, നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ? കർത്താവിന്റെ വരവ് അടുത്തത് പൗലോസ് പറയുന്നത് എന്താ? ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അതിന്റെ അർത്ഥം പൗലോസ് ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഈ ജയിലിലിരുന്ന് ഈ നിയമങ്ങളെല്ലാം പാലിച്ചാൽ, ജയിൽ പറയുമ്പോൾ മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രമാണം ഇട്ട ആ ജയിലിൽ, ഞാൻ ഈ 613 നിയമങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ അനുസരിച്ചാൽ എനിക്ക് നീതി കിട്ടും. ഞാൻ ഈ ജയിലിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അനുസരിച്ചാൽ നാളെ ഞാൻ ജയിലിൽ നിന്ന് വെളി വരും. ഇതായിരുന്നു പൗലോസിന്റെ ചിന്ത. അതുകൊണ്ടാ ആ പ്രമാണങ്ങളെല്ലാം സ്നേഹിച്ച് കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അകത്ത് ചിന്ത എന്തുവാ? ഇത് ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും? നീതീകരണം കിട്ടും. പക്ഷെ കണ്ണ് തുറന്നപ്പോഴാ പിടി കിട്ടിയത്, ഞാൻ എത്ര ചെയ്താലും ഒരിക്കലും എനിക്ക് നീതീകരണം, ഞാൻ ജയിലിൽ നിന്ന് വെളി വരത്തില്ല. ഞാൻ ഒരു നല്ല കുറ്റവാളിയായി എവിടെ നിൽക്കാം? ജയിലിൽ നിൽക്കാം. ഇപ്പോഴാ പിടി കിട്ടിയേ. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ എനിക്ക് പ്രമാണത്തിന്റെ നീതീകരണമല്ല, എനിക്ക് ക്രിസ്തു മുഖാന്തരം എന്തോ കിട്ടും? നീതീകരണം. അതിന്റെ താഴെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. സോ ഇവിടെ എല്ലാം ഒന്നിച്ചങ്ങ് എഴുതിയേക്കുക. പക്ഷെ അവിടെ എഴുതിയേക്കുന്നേ, ഞാൻ അവനെ, that I may know him and the power of his resurrection and the fellowship of his sufferings, being made conformable unto his death. വായിച്ചേ അത്രയും ഭാഗം മലയാളത്തിൽ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും സ്നാനപ്പെട്ടതാ. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി ഒരു നിമിഷത്തേക്ക് വെള്ളത്തിന്റെ താഴെ പോയതാ, അത് കഴിഞ്ഞിട്ട് വെളി വന്നതാ. അന്നുണ്ടായിരുന്ന സമർപ്പണം ഇന്ന് എപ്പോഴും തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ അന്നത്തെ ആ സമർപ്പണമാ ധ്യാനിക്കേണ്ടത്. ഒന്നുകൂടെ പറയുന്നത്, തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ സ്നാനപ്പെട്ട ദിവസം എനിക്കുണ്ടായിരുന്ന ആ സമർപ്പണം തന്നെയാണോ ഇന്നുമുള്ളത്? മണവാളൻ നമ്മളോട് പറയാ, ശോധന ചെയ്തോ, അന്ന് നീ എന്നെ സ്നേഹിച്ചപ്പോൾ തന്നെയാണോ നീ ഇന്നും സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ ഇതിലെന്തോ ചെയ്യല്ലേ, കൈ നീട്ടല്ലേ? കഴിഞ്ഞ ആഴ്ചയല്ല നോക്കുന്നത്, ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ സമർപ്പണം, ആ സ്നേഹം ഇന്നുമുണ്ടോ? സോ ക്രിസ്തുവിന്റെ മരണത്തോടെ എന്തോ ചെയ്യണം? പൗലോസ് പറയുന്ന വാക്കെന്താ? അനുരൂപപ്പെട്ടിട്ട് പറഞ്ഞ ഇനിയും എനിക്ക് വേണ്ടി ജീവിക്കണ്ട. അതാ സ്നാനപ്പെട്ട ഒരു വിശ്വാസിയുടെ മനസ്സ്. ആ മനസ്സില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് വെള്ളത്തിൽ മുങ്ങല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു സഹോദരൻ വന്ന് സ്നാനപ്പെടാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ സ്നാനപ്പെടാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. സ്നാനപ്പെടാൻ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നിരുത്സാഹപ്പെടുത്താനേ ശ്രമിക്കത്തുള്ളൂ. ഞാൻ പറയാം, ഇപ്പോഴും അവസരമുണ്ട്, നീ മുങ്ങല്ലേ,
ദൈവത്തെ ഓർത്ത് നീ മുങ്ങല്ലേ. ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നല്ല ബോധ്യമില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് വെള്ളത്തിൽ മുങ്ങല്ലേ. ഇത് കുഞ്ഞളിയല്ല, ഇത് കുളിയല്ല. ക്രിസ്തുയുടെ മരണത്തോട് നമ്മൾ എന്താ ചെയ്യുക? ഏകീഭവിക്കുക. ഇനിയും തൊട്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കത്തില്ല. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് മതി. ഇഷ്ടംപോലെ അവസരം ദൈവം എനിക്ക് തന്നു. ഇനി ഞാൻ ക്രിസ്തുവിന്റെ കൂടെ എന്തോ ചെയ്തിട്ടുണ്ട്? മരിച്ചതാ. അത് കഴിഞ്ഞിട്ട് അടുത്തത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും. ഇതൊക്കെ എന്താ? കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ അതെന്താ? ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടം സഹിച്ചോ? അത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് മനുഷ്യനല്ല, നമുക്ക് ന്യായപ്രമാണം തന്നവൻ. പൗലോസിന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സീനായ് മലയിൽ ഇറങ്ങിയവൻ. അതുകൊണ്ടായിരിക്കും എൻ്റെ ചിന്ത, ഇടയ്ക്കൊക്കെ ചെന്ന് പത്രോസിനോടൊക്കെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ തൊട്ടായിരുന്നു അവനെ. യോഹന്നാൻ പറഞ്ഞ തൊടുന്നോ? ഞാൻ അവൻ്റെ നെഞ്ചത്ത് തല വെച്ചുകൊണ്ട് ഉറങ്ങിയത്. പൗലോസിന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. തല ഇവിടെ വെച്ചായിരുന്നോ? അതെ, ഞങ്ങൾ ഇഷ്ടംപോലെ വഴക്കിട്ടവരാ. ഞങ്ങളെ കർത്താവിനെ ഞങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചതാ. പൗലോസിനെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കർത്താവായ യേശു ശുശ്രൂഷിക്കുമ്പോൾ ഈ സൗൽ ഉണ്ടോ? ഒന്ന് പറഞ്ഞേ, ഉണ്ടോ? തർസോസിലെങ്ങാണ്ട് ഉണ്ട്. ഞാനായിരുന്നെങ്കിൽ, കർത്താവിൻ്റെ സ്ഥാനത്തിലായിരുന്നെങ്കിൽ, ഞാൻ ആ യഹൂദ ഇസ്കറിയോത്തി മാറ്റി ആരെയാക്കിയേനെ? ഇവനെ കൊണ്ടില്ലയോ പുതിയ നിയമത്തിന്റെ ഇനിയും 14 ലേഖനങ്ങൾ എഴുതിപ്പിക്കേണ്ടി. ചിന്തിച്ചേ, പകുതി പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിൽ എന്തോ ഇല്ല, ലേഖനങ്ങൾ ഇതുമില്ല. ഈ പകുതി പുതിയ നിയമം എഴുതിയവനെ കർത്താവ് ടീമിലെടുത്തില്ല. ടീമിലെടുത്തത് ഏതിനാ? സീമോനുണ്ട്, മത്തായിയുണ്ട്, പത്രോസുണ്ട്, ഇവന്മാരാ. പക്ഷെ ഒരു ദിവസം നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പറയുമ്പോൾ അതെന്താ? ആ ശരീരം ആ കല്ലറയെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരെല്ലും ഒടിഞ്ഞിട്ടില്ല. ഒരെല്ലും ഒടിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ആണ്ടുകൾ മുമ്പേ പെസഹയുടെ യാഗം അർപ്പിക്കുമ്പോൾ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, യാഗത്തിന്റെ എല്ല് ഒടിയല്ലേ. ക്രൂശി നോക്കുമ്പോഴും ഒട്ട എല്ല് ഒടിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ഉഗ്ര കോപം വീഴുക, യാതനാ സ്ഥലം വരെ പോകുന്നുണ്ട്. എന്നാൽ ഒരെല്ല് എന്താ? ഒരു പാപത്തിന്റെ കളങ്കം ഈ തച്ചനിലില്ല. പാപത്തിന്റെ ഒരു കളങ്കവും. ഇങ്ങനത്തെ ഒരു ശരീരം ആ കല്ലറെ വെച്ചോ, മുദ്ര വെച്ചോ, പട്ടാളക്കാരെ മുമ്പേ നിർത്തിക്കോ, ഒരു പ്രശ്നമില്ല. സ്വർഗം ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗം ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്താ? ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുണ്ട്. പുനരുത്ഥാനത്തിന്റെ ശക്തി പറഞ്ഞാൽ എന്താ? ഈ അന്യഭാഷ പറയുമ്പോൾ കുലുങ്ങുന്നതല്ല, പ്രസംഗിക്കുമ്പോൾ ഓടി നടക്കുന്നതല്ല. ആ എൻ്റെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി നമ്മൾ അനുഭവിക്കണം. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം നമ്മൾ ഒരിക്കലും അനുഭവിക്കത്തില്ല. പൗലോസ് പറയുന്നത്, എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ എന്ത് വേണം? ആ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേറ്റുന്നേ? ഇത്രയും ചതച്ച ശരീരം,
അതിന് തന്നെ എഴുന്നേക്കാൻ എങ്ങനെ കഴിയും? ആ കല്ലറെ ചെന്നാൽ തുണി അവിടെ മടക്കി വെച്ചിട്ടുണ്ടോ? ഇല്ലേ? മടക്കി വെച്ചിട്ടുണ്ട്. 3-ാം ദിവസം രാവിലെ, ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാ, ഞായറാഴ്ച രാവിലെ നേരെ നിൽക്കുക, ഇല്ലേ? മരിയയുടെ മുമ്പേ എന്നെ ഒന്ന് കൈപിടിക്കണം, എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ ഇരിക്കാം. ആ സഹോദരന്മാരോട് പറയണം, ഞാൻ എങ്ങനെയോ വെളി വന്നു, ഇനി എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. സോ പത്രോസ് വന്ന് പറയാ, കർത്താവ് സാരമില്ല, എൻ്റെ തോളെ ഞാൻ നിന്നെ വഹിച്ചു. അങ്ങനെയാണോ? പറഞ്ഞേ. പുനരുത്ഥാനത്തിന്റെ ശക്തി പറഞ്ഞാൽ അയ്യോ അയ്യോ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല, കണ്ടാൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മിനിഞ്ഞാൻ ഇവനെ ചതച്ചിട്ടാ കല്ലറ വെച്ചത്. ശരിയായിട്ട് ചതച്ചതില്ലയോ ഒരെല്ലും? ഇതെങ്ങനെ നടക്കുന്നു? അതാ പുനരുത്ഥാനത്തിന്റെ ശക്തി. കല്ലറയുടെ അകത്ത് ഒതുങ്ങി വെക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സകല നീതി എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ബാക്കി എത്ര ഗുരുക്കന്മാർ വന്നു, അവരുടെ മതങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവൻ അർപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പേര്. പക്ഷെ അവർ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. ഇതെങ്ങനെ? നമുക്ക് കിട്ടിയ സുവിശേഷത്തിന്റെ ബലം എന്താ? എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതാ. ആരും വന്ന് സഹായിച്ചതല്ല. ശിഷ്യന്മാർ ആ ശരീരം എടുത്തുകൊണ്ട് ഓടാൻ, പടയാളികൾ എന്തുവാ, അവിടുത്തെ പട്ടാളക്കാരെ എന്തുവാ ചിന്തിച്ചേ? ശിഷ്യന്മാർ വന്ന് എന്തോ ചെയ്യും? ആരുടെയും സഹായം വേണ്ട, ആരുടെയും, അതാ വിഷയം ഒന്ന് ധ്യാനിച്ച്, ആരുടെയും സഹായം വേണ്ട. ഉയർത്തെഴുന്നേക്കും, ആർക്കും തടയാൻ കഴിയത്തില്ല. ഉയർത്തെഴുന്നേറ്റോണ്ട് നമുക്കിന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവത്തോട് സംസാരിക്കാം. എന്താ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേപ്പ് എന്തുവാ കാണിക്കുന്നത്? പ്രമാണത്തിന്റെ ആ ശാപം എല്ലാം എന്തോ ചെയ്തു? നീങ്ങി. എനിക്ക് ഇനിയും ഒരു ശാപവും എൻ്റെ പുറത്ത് ഇല്ല. ഇനിയും ഞാൻ ജീവിക്കണമെങ്കിൽ ആർക്ക് വേണ്ടിയാ? സോ വായിച്ചേ, ഗലാത്യർ 3:23-25 വരെ. ഗലാത്യർ 3, Galatians 3:23-25. 23 മുതൽ 25 വരെ. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. പ്രമാണം നമുക്ക് വേണ്ടി എന്തുവായിരുന്നു? ക്രിസ്തുവിലേക്ക് നമ്മളെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഈ 613 ഇന്ന് നമ്മുടെ മുമ്പേ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പവും പാനപാത്രവും വീഞ്ഞ. മോശയുടെ മുമ്പേ ഈ അപ്പവും പാനപാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ വേണം? പഴയ നിയമ ഭക്തനാണെങ്കിൽ എന്തോ വേണം? പറഞ്ഞാട്ട്. മോശയുടെ മുമ്പേ ഇതാണോ? പറഞ്ഞാട്ട്. പഴയ നിയമ ഭക്തന്മാരുടെ മുമ്പേ ഇതാണ്. അവരെന്തോ ചെയ്യണം? ഒരു യാഗം കൊണ്ടുവരണം. നമുക്കോ? ഒന്ന് ചിന്തിച്ചേ. നമുക്കൊരു യാഗവും വേണ്ട. ഈ ക്രിസ്തുലേക്ക് നമ്മളെ നയിക്കുവാൻ ന്യായപ്രമാണം എന്തുവായിരുന്നു? ശിശു പാലകനായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ടീച്ചർ പറയുന്ന പോലെ തന്നെ. ഇംഗ്ലീഷിലാണ് but after that faith is come, we are no longer under a school master. നമുക്ക് ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. നമുക്ക് സ്കൂൾ ടീച്ചർമാർ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ ടീച്ചർമാരെ ഓർമ്മയുണ്ടോ? നമ്മൾ ചിലർക്ക് ഒരു പിടിയില്ല, ചിലർക്ക് ഓർമ്മയുണ്ട്. ഒരു സമയം അവർ നമ്മളോട് എത്ര കർശനമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്.
സ്കൂളിൽ വരുമ്പോൾ നമ്മുടെ നഖമെല്ലാം ചെക്ക് ചെയ്യുമായിരുന്നല്ലോ, നമ്മുടെ ഡ്രസ് ചെക്ക് ചെയ്യുമായിരുന്നല്ലോ, മുടി ചീകിയിട്ടുണ്ടോ, ഷൂ പോളിഷ് ചെയ്തിട്ടുണ്ടോ, ഹോംവർക്ക് ചെയ്തോ, ക്ലാസ് വർക്ക് ചെയ്തോ, ഇതെല്ലാം ഒരു വടി വെച്ച് നമ്മളെ ഓരോന്നോരോന്നായി ചെയ്തു. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് നമ്മുടെ നഖം നോക്കണോ, മുടി ചീകാൻ പറയണോ? ഒരു സമയം വരെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രമാണം ക്രിസ്തു വരുന്നവരെ ഓരോന്ന് പറഞ്ഞു തന്നു. ഇനി ഞാൻ നടക്കേണ്ടത് ആ പ്രമാണം പറയുന്ന പോലല്ല, അതിനെക്കാട്ടും ഉയർന്ന നിലവാരമായിരിക്കണം എൻ്റേത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും ദൈവത്തെ എന്താ ചെയ്യേണ്ടതാ? സ്നേഹിക്കേണ്ടത്. വായിച്ചേ അടുത്ത ഒരു ഗലാത്യർ 4:1-7. ഗലേഷ്യൻസ് 4:1-7. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. പിതാവ് നിശ്ചയിച്ച അവധി വരെ. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അതിന്റെ താഴെ 7 വരെ, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. റോമർ 6 ഞാൻ കുറെ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുക, സമയമില്ലാത്തതുകൊണ്ട്. റോമർ 6:14-15. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. ഒന്നുകൂടെ വായിച്ച റോമർ 6:14-15. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇനി പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഒന്ന് നിന്ന്, ഞാൻ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴെ അല്ല, കൃപയാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആര് വിട്ടുമാറി? പാപം വിട്ടുമാറിയോണ്ട് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ കൃപയുടെ കീഴെ ആയതുകൊണ്ട് പാപത്തിന് എൻ്റെ പുറത്ത് എന്തോ ചെയ്യാനൊക്കത്തില്ല. കർത്തൃത്വം അല്ല, വായിച്ചേ, അങ്ങനെയാണോ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ദൈവിക സമാധാനം, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതോ പിന്നെയും ഭാരം, പ്രയാസമെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു? പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയത്തില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ എൻ്റെ അകത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. അതിൻ്റെ താഴെ എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ അരുത്. ഒരു നാളും ഇംഗ്ലീഷിലാണ് ഗോഡ് ഫോർബിഡ്. പാപം പറഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോയാൽ പിന്നെയും എവിടെ എത്തും? ആദാം പാപത്തിൽ വീണ ആ സാഹചര്യത്തിൽ തന്നെ നമ്മളും. ക്രിസ്തു ഒരു പ്രാവശ്യം മാത്രമേ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കത്തുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം ഇല്ല. ഞാൻ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പാപത്തിന് പിന്നെയും എന്നെ പിടികൂടാം. അടുത്തത് നമുക്ക് വായിക്കാം. റോമർ 10:4, 10-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ
ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഒന്നുകൂടെ വായിച്ചേ. വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്ഷമ ലഭിക്കാൻ അല്ല. ന്യായപ്രമാണം നമ്മളെ ക്ഷമിച്ചതല്ല. ന്യായപ്രമാണം എന്നെ നോക്കുമ്പോൾ എന്തുവാ പറയുന്നേ? ന്യായപ്രമാണം എന്നെ നോക്കുമ്പോൾ എന്തുവാ പറയുന്നേ? ഇവൻ നീതി പ്രാപിച്ചവനാ. കാരണം എൻ്റെ പകരം ക്രിസ്തു യാഗമായി തന്നെ താനെ കൊടുത്തോണ്ട് ഇനിയും ന്യായപ്രമാണം എന്നെ ശിക്ഷിക്കുന്നില്ല. വായിച്ച ആ വാക്യം പിന്നെ ഒന്നുകൂടെ വായിച്ചേ. 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അതിന്റെ അർത്ഥം ആ 613 ഇനി ഒന്നുപോലും എനിക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ന്യായപ്രമാണത്തിന്റെ അവസാനം. അടുത്തത് 4:9 തൊട്ട് 12 വരെ. റോമർ 4. ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. അതിൻ്റെ കൂടെ തന്നെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഞാൻ വാക്യങ്ങൾ പറഞ്ഞു തരിക. 13-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവാം. വേറെയും കുറെ വാക്യങ്ങളുണ്ട്. ദൈവം സഹായിച്ച നാളെ രാവിലെ ആരാധനയിൽ ആ ഭാഗം കൂടെ എടുക്കുന്നതായിരിക്കും. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. സ്നേഹം ന്യായപ്രമാണത്തിന്റെ അതെങ്ങനെ? നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ രാവിലെ വായിച്ചായിരുന്നല്ലോ. പ്രമാണം പറയുമ്പോൾ എന്താ? പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ, അയൽവക്കക്കാരനെ. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പുനരുത്ഥാനത്തിന്റെ ശക്തി. നമ്മൾ വചനം കുറെ പഠിച്ചു, നോട്ട്ബുക്കിൽ വാക്യങ്ങൾ എഴുതി, കുറെ പോയിന്റുകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ ഈ മൺകൂടാരത്തിൽ എനിക്ക് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കണം. ഇത് അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൻ്റെ കൂട്ടായ്മയും ഞാൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. കുറച്ചു നേരം പ്രാർത്ഥനയ്ക്കായി നമ്മൾ വേർതിരിക്കുക. നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരവസരം. നമ്മൾ രാവിലെ കുറച്ചു നേരം ആരാധിച്ചു. ഒരു ഭക്തൻ മരിക്കുമ്പോൾ മരണദൂതൻ വരുന്നില്ല. എന്താ? അവകാശമൊന്നുമില്ല. ദൈവത്തിന്റെ ദൂതന്മാരില്ലയോ കൂടെ കൊണ്ടുവന്നേ? അതുകൊണ്ട് ഒരു ഭക്തൻ മരണത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. നേരെ മറിച്ച് പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടിയില്ലെങ്കിൽ ഈ മരണദൂതനില്ലയോ വരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ക്ഷമ പ്രാപിക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ? കർത്താവിൻ്റെ വരവടുത്തു. ഹല്ലേലൂയ. എന്നെ നീതീകരിച്ചതാ, ക്ഷമിച്ചതല്ല, എന്നെ നീതീകരിച്ചതാ. രക്തത്താൽ കഴുകി ഹിമം പോലെ എന്നെ വെളുപ്പിച്ചതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ജ്ഞാനം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ?
ദൈവത്തിന്റെ ഭുജബലം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആ കൃപ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 85 10 വാക്യം ഒന്ന് വായിക്കാം. എല്ലാവരും വേദപുസ്തകം തുറന്നേ. സങ്കീർത്തനം 85 10 വാക്യം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, met together. അത് കൂടാതെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? രണ്ടുപേർക്ക് മുന്നോട്ട് വരാമോ? രണ്ട് സഹോദരന്മാർക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാന്. ഇവിടെ വായിച്ചത് ഏതാ? ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. വിശ്വസ്തതയാണെങ്കിലും ഇംഗ്ലീഷിലാണ് വിശ്വസ്തതയല്ല, സത്യം. ദയയും സത്യം ഒന്നിച്ച് എന്തോ ചെയ്തിട്ടുണ്ട്. ദയ പറഞ്ഞാൽ എന്താ? കൃപയല്ല. ദയയും ഇത് സത്യം, ട്രൂത്ത്. ഇവർ ഒന്നിച്ച് വന്നേക്കുക. ഇത് രണ്ടുപേർക്കും ഒന്നിച്ച് എങ്ങനെ വരാന്നേ? മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ ആഴം ദൈവാത്മാവ് നമ്മളെ മനസ്സിലാക്കി തരട്ടെ. കൃപയല്ല, ഇത് ദയയാ. ഇതെന്താ? സത്യം. ഇവർ രണ്ടും ഒന്നിച്ച് വരണമെങ്കിൽ എന്താ കാരണം? ഇത് ഒന്നിച്ച് രണ്ടും വരാൻ കഴിയത്തില്ല. എത്ര ശ്രമിച്ചാലും ഇത് രണ്ടിനും ഒന്നിച്ചു വരാൻ കഴിയത്തില്ല. അത് ദയ, ഇത് സത്യമാ. സത്യം പറയുന്നത് എന്താ? മനുഷ്യൻ പാപത്തിൽ വീണതാ. അതിൻ്റെ പുറത്ത്, ആ മനുഷ്യന്റെ പുറത്ത് എന്തോ കാണിക്കാൻ ഒക്കത്തില്ല. ഒരു സാധ്യതയുമില്ല. ഇതാ വിളിച്ചു പറയുന്നത് എന്താ? ഞാൻ പ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴാ. ഇതാ പറയുന്നത്. എന്തോ കാണിക്കാൻ ഒക്കത്തില്ല. നീതിമാനായ ദൈവത്തിന് ദയ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നേ? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കാരണം ഇവിടെ ആര് നിൽക്കുക? സത്യമാ. വിടുവിക്കുവാൻ ഒരു സാധ്യതയും ഇല്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ എന്നേക്കും നഷ്ടപ്പെട്ടതാ. ഒന്നുകൂടെ പറയുന്നേ, എന്നേക്കും നഷ്ടപ്പെട്ടതാ. ഇവനെ ഇനിയും വീണ്ടെടുക്കണമെങ്കിൽ ഇനി സ്വർഗം വല്ലം ചെയ്താലേ ഒക്കൂ, അല്ലെങ്കിൽ ഇവനെ വീണ്ടെടുക്കുവാൻ. ഒന്ന് നിന്ന് ചിന്തിച്ചേ, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ വന്നേ? ചിന്തിച്ചേ. നമുക്ക് ഈ ഭൂമി വരാൻ ഒരു അർഹതയും ഇല്ല. കാരണം നമ്മുടെ പിതാവ് ആദാം ദൈവത്തിന്റെ കൽപ്പന എന്തോ ചെയ്തു. എന്നിട്ട് 2025 ജാനുവരി 25 നമ്മൾ ഇവിടെ ഇരിക്കുക. രണ്ടും ഒന്നിച്ചു വന്നു. അടുത്തത് എന്തുവാ? നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതെങ്ങനെ? നിങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചേ. നീതിയും ഇതെങ്ങനെ? ഇത് കാരണമാ. മനസ്സിലാകുന്നുണ്ടോ? നീതിയും നമ്മളെ ഓരോരുത്തരെയും സ്വർഗം നീതീകരിച്ചതാ.
രണ്ടും കെട്ടിപ്പിടിച്ച ഒരു ചുംബനമുണ്ട്. നീതിയും സമാധാനം. ഇനി ഞാനും നീതിമാനായ ദൈവം തമ്മിൽ എന്തുകൊണ്ട്? സമാധാനമുണ്ട്. പ്രാഗൽഭ്യത്തോടെ എനിക്ക് ദൈവസന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാം. ഇനി ഒരു പ്രശ്നമില്ല. ഇനി ഏത് വിഷയം എൻ്റെ ജീവിതത്തിൽ വന്നാലും അതൊരു വിഷയം അല്ല. നീതിയും സമാധാനവും രണ്ടും എന്തോ ചെയ്തിട്ടുണ്ട്? തമ്മിൽ ചുംബിച്ചു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നിങ്ങൾക്ക് പോയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രമാണം എന്നെ നോക്കുമ്പോൾ ഞാനിനി ശപിക്കപ്പെട്ടവൻ അല്ല, നീതീകരണം പ്രാപിച്ചവനാ. എൻ്റെ വിരോധം എഴുതിയതൊക്കെ എല്ലാം എൻ്റെ കർത്താവ് മായച്ചു കളഞ്ഞു. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ആരാധിച്ചാൽ മതി, നിർബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര ഭക്തന്മാർ ജയിലുകളിൽ കിടക്കുന്നു, എത്ര പേർ രക്തസാക്ഷികളായി മരിച്ചു. ഹല്ലേലൂയ. എന്നെ ഇത്രയും സ്നേഹിച്ചോ, എന്നെ ഇത്രയും സ്നേഹിപ്പാൻ എന്നിൽ എന്തുള്ളൂ കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിഞ്ഞവനോ ഇനി ഒരു ഭാരവുമില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ വാ തുറന്ന് ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ദൈവാത്മാവ് നിയന്ത്രണം ഈ നിമിഷം തന്നെ എടുക്കും. ഹല്ലേലൂയ. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.